തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമായ ബേക്കറി ജംഗ്ഷനിൽ 30 സെന്റ് ഭൂമിയിൽ തല ഉയർത്തി നിൽക്കുന്ന ആ അത്യാഡംബര മന്ദിരത്തിന് പറയാൻ കഥകൾ ഒരുപാടുണ്ട്. പറഞ്ഞു വരുന്നത് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വാടക വീടിനെ കുറിച്ചാണ്. വാടക വീട് എന്ന് നമ്മൾ പറയുമ്പോൾ ചെറിയൊരു വീട്, ഒരു 4-5 മുറികളുള്ള ചെറിയൊരു വീടായിരിക്കും എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, വാടക ബംഗ്ലാവ് എന്ന് വേണം പറയാം. മാസം 50,000 രൂപയിലധികം വാടക കൊടുക്കേണ്ടി വരുന്ന ആ ബംഗ്ലാവിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇന്ന് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വൻ കൊടുങ്കാറ്റിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ വസതി. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തുകാർക്ക് ഇതൊരു വീടായിരുന്നില്ല. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് ജന്മം നൽകിയ തലസ്ഥാനത്തെ അതിപ്രശസ്തമായ ഒരു പ്രസവ ആശുപത്രിയായിരുന്നു അത്. ബുധനാഴ്ച പുലർച്ചെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഇരച്ചു കയറിയതോടുകൂടി ഏതാണ്ട് 8.5 മണിക്കൂറോളമാണ് ഈ വസതി അതീവ ഉദ്യോഗസ്ഥന്റെ നിഴലിൽ പൂർണ്ണമായും അടഞ്ഞുകിടന്നത്. തിരുവനന്തപുരത്തെ പഴയ തലമുറയ്ക്ക് ഇത് വത്സല നഴ്സിംഗ് ഹോമാണ്. ഈ പേരിലാണ് അറിയപ്പെടുന്നത്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ആയിരുന്ന ഡോക്ടർ കുഞ്ഞമ്മ മത്തായിയുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ സ്ഥാപനം. അവരുടെ കാലശേഷം മകനായ ഡോക്ടർ റോയിയാണ് ഈ ആശുപത്രി നടത്തിയിരുന്നത്. പണക്കാർക്കും VIP-കൾക്കും വേണ്ടി അന്നത്തെ കാലത്ത് അത്രമേൽ ആഡംബരത്തോടുകൂടി ഒരു 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ പ്രസവ ആശുപത്രി സജ്ജീകരിച്ചിരുന്നത്. അപ്പോഴും സാധാരണക്കാർക്കും ഇവിടെ മതിയായ ചികിത്സ ലഭ്യമായിരുന്നില്ല. കാലാന്തരത്തിൽ ഡോക്ടർ റോയിൽ നിന്നും ഈ കെട്ടിടം പ്രമുഖ ആരോഗ്യ ശൃംഖലയായ നിംസ് മൈക്രോ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങി. തുടർന്നാണ് പഴയ ആശുപത്രി കെട്ടിടം അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വസതിയായി പുനർനിർമ്മിക്കപ്പെടുന്നത്. 30 സെന്റിൽ പടർന്നു കിടക്കുന്ന 4500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കൊട്ടാര സാദൃശ്യമായ വസതി. സെൻട്രൽ എയർ കണ്ടീഷൻ സംവിധാനമുള്ള 5 കിടപ്പുമുറികൾ, മനോഹരമായ നീന്തൽക്കുളം, വൈകുന്നേരങ്ങളിൽ നടക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ വാക്കിംഗ് വേ എന്നിവയെല്ലാം ഈ വസതിയുടെ ആഡംബരത്തിന്റെ തെളിവുകളാണ്. ഈ നിംസ് ഗ്രൂപ്പിൽ നിന്നാണ് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഈ കെട്ടിടം വാടകയ്ക്കെടുത്തത്. പണ്ട് മനോഹരമായ കുഞ്ഞിക്കരച്ചിലുകൾ ഉയർന്നു കേട്ടിരുന്ന ആ പഴയ വത്സല നഴ്സിംഗ് ഹോമിന്റെ ചുവരുകൾക്കുള്ളിലാണ് ബുധനാഴ്ച എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള EDയുടെ കടുത്ത ചോദ്യശരങ്ങൾ ഉയർന്നത്. ആ 8.5 മണിക്കൂർ വസതിക്കുള്ളിൽ സംഭവിച്ചത് എന്താണ്? ബുധനാഴ്ച പുലർച്ചെ 3 വാഹനങ്ങളിലായി ED സംഘം ബേക്കറി ജംഗ്ഷനിലെ ഈ വസതിയിലേക്ക് പാഞ്ഞു കയറി. വീടിനുള്ളിൽ പിണറായി വിജയനും ഭാര്യ കമലയും മകൾ വീണയും വീണയുടെ മകനും പരിശോധനയുമായി സഹകരിക്കുമ്പോൾ വരാന്തയിലും മുറ്റത്തും തോക്കേന്തിയ കേന്ദ്രസേന ജാഗ്രതയോടെ നിലയുറപ്പിച്ചു. ED സംഘം എത്തിയ വിവരമറിഞ്ഞ് കനത്ത വെയിലിനെയും ഇടയ്ക്ക് പെയ്ത മഴയെയും അവഗണിച്ച് CPM നേതാക്കളും പ്രവർത്തകരും വൻതോതിൽ വസതിക്ക് മുന്നിലേക്ക് ഒഴുകിയെത്തി. ഗേറ്റ് പൂട്ടി കേന്ദ്രസേന കാവൽ നിന്നതോടുകൂടി വീടിന് മുന്നിൽ കാത്തിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളി ആരംഭിച്ചു. 9 മണിയോടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും V ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കൾ എത്തിയതോടെ അണികളിൽ പ്രതിഷേധിക്കാനുള്ള ഊർജവും ഏറി. പൊതുജനങ്ങളും എത്തിയതോടുകൂടി ബേക്കറി ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ച പോലീസിന് ഈ റോഡിലുള്ള ഗതാഗതം പൂർണ്ണമായി തടയേണ്ടി വന്നു. എങ്കിലും ഊടുവഴികളിലൂടെ ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. വീടിനുള്ളിൽ പിണറായിയെയും മകളെയും മൊഴിയെടുക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നതോടുകൂടി പുറത്തുനിന്ന പ്രവർത്തകർ അക്രമാസക്തരായി. അവർ ആക്രോശിച്ചുകൊണ്ട് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയും കല്ലും കുപ്പിയും ചെരുപ്പുകളും ഒക്കെ വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സമീപത്തെ വീടുകളുടെ മട്ടുപ്പാവിൽ പരിസരവാസികളും ഈ അമ്പരപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ നിരന്നിരുന്നു. ഇത്രയും വലിയ കൂട്ടത്തെ നേരിടാനുള്ള പോലീസ് സേന പുറത്തുണ്ടായിരുന്നില്ല. ED സംഘം പുറത്തേക്കിറങ്ങിയാൽ ആക്രമിക്കപ്പെട്ടേക്കാമെന്ന പ്രതീതി ഉണ്ടായിരുന്നിട്ടും കൂടുതൽ പോലീസ് സേന എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. ചില്ലുകൾ തകർന്നിട്ടുണ്ട്. ആക്രമണം അഴിച്ചുവിട്ടാണ് CPM മുന്നോട്ട് വന്നത്. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട ഉദ്യോഗഭരിതമായ കാത്തിരിപ്പിനൊടുവിൽ വൈകുന്നേരം 3 മണിയോടെ വസതിയുടെ മുൻവാതിൽ തുറന്നു. പുറത്ത് ആർപ്പുവിളികളും പ്രതിഷേധവും പാരമ്യത്തിലെത്തിയ നിമിഷമായിരുന്നു അത്. ഗേറ്റ് കടന്ന് EDയുടെ വാഹനങ്ങൾ പുറത്തേക്കിറങ്ങിയതോടെ അക്രമാസക്തരായ CPM പ്രവർത്തകർ വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. നിമിഷങ്ങൾക്കകം ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകളുടെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ തകർക്കപ്പെട്ടു. തകർന്ന ഭാഗം വഴി കൈകൾ അകത്തേക്കിട്ട് ED ഉദ്യോഗസ്ഥരെ നേരിട്ട് ആക്രമിക്കാനും ശ്രമമുണ്ടായി. ഈ സമയം അത്രയും ആക്രമികളെ തടയാൻ കാര്യമായ ഇടപെടലുകളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ED സംഘത്തിന്റെ വാഹനങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷമാണ് MV ഗോവിന്ദൻ ഉള്ളിലേക്ക് കടന്നത്. അല്പസമയത്തിനകം വാതിൽ തുറന്ന പുറത്തേക്കിറങ്ങിയ പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിച്ചതോടുകൂടിയാണ് ആ 8.5 മണിക്കൂർ നീണ്ട ആകാംക്ഷയ്ക്ക് താൽക്കാലിക വിരാമമായത്. തൊട്ടടുത്ത ദിവസം വരെ കോടതിയിൽ നിന്നും നിയമപരിരക്ഷ നേടിയിരുന്ന സുരക്ഷിതമായിരുന്ന
ഈ വാടക കൊട്ടാരത്തിന്റെ കവാടങ്ങൾ ഹൈക്കോടതി വിധി വന്നതോടുകൂടി ഒരൊറ്റ രാത്രി കൊണ്ട് ഇഡിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാന ചർച്ചകൾ ഈ ബേക്കറി ജംഗ്ഷനിലെ വസതിയെ ചുറ്റിപ്പറ്റിയായിരിക്കുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദീകരണം നൽകാൻ DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ഇന്ന് രാവിലെയാണ് DGP ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെത്തിയിരുന്നത്. സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയ്ക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രി DGPയിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. പിന്നാലെയാണ് നേരിട്ട് കാണാൻ DGP എത്തിയത്. ഇന്റലിജൻസ് IG P വിജയൻ, ഉപദേഷ്ടാവ് മുൻ DGP ഹേമചന്ദ്രൻ എന്നിവരും എത്തിയിരുന്നു. ഇന്നലെ ഉണ്ടായത് ആഭ്യന്തര വകുപ്പിന് വലിയ നാണക്കേടാണെന്നും വിലയിരുത്തലുണ്ടായി. ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതിൽ കേന്ദ്ര സർക്കാരും ഗവർണറും വിശദീകരണം തേടിയിരുന്നു. ഇതിന് മറുപടി നൽകാൻ ആഭ്യന്തര വകുപ്പിന് ബാധ്യതയുണ്ട്. വീഴ്ച കണ്ടെത്തുന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. അതോടൊപ്പം പോലീസിലെ പൊളിച്ചെഴുത്തും ചർച്ചയാകും. മുഖ്യമന്ത്രി തലസ്ഥാനത്തെത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇന്നലത്തെ സംഭവം വീഴ്ചയാണെന്നും ആഭ്യന്തരമന്ത്രിക്ക് ബോധ്യമുണ്ട്. ഇന്നലെയും ആഭ്യന്തരമന്ത്രിയും DGPയും ഫോണിലേറെ നേരം സംസാരിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ED പരിശോധന സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും മുൻകൂറായി അറിയിച്ചില്ല. EDക്കെതിരെ ഉണ്ടായത് ആസൂത്രിത ആക്രമണമാണെന്നും കർശന നടപടികൾ വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആളുകൾ കൂടിയപ്പോൾ ക്രമസമാധാന പരിപാലനത്തിന് പോലീസ് ഇടപെട്ടു. പോലീസിൽ കുറ്റമില്ലെന്നും പോലീസ് സമയോചിതമായി ഇടപെട്ടുവെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെങ്കിൽ പ്രതിരോധിക്കാമായിരുന്നു എന്നും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ചെന്നിത്തല പ്രകടനം നടത്തുന്നതിന് എതിരില്ലെന്നും കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം നടന്ന ED റെയ്ഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും അങ്ങ് ഡൽഹിയിലും പ്രതിഷേധം ശക്തമായിരുന്നു. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ അനാവശ്യമായി അദ്ദേഹത്തിന്റെ കൊച്ചുമകനെ പോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പോലും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള EDയുടെ ഈ റെയ്ഡ്, അതും 8-8.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന EDയുടെ റെയ്ഡ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കൊണ്ടില്ലെങ്കിലും ഈ പറയുന്ന അടിമകൾക്കും അണികൾക്കും കൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടത്. കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെ ഇപ്പോഴത്തെ കേസെടുത്തിട്ടുണ്ട്. ആ കേസ് പറഞ്ഞ് പിറകെ നടക്കാൻ വീട്ടുകാരും തയ്യാറാകുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ജെയ്ക് സി തോമസ് എന്ന ജെയ്ക്കിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഗതി അദ്ദേഹം ആരാണെന്നോ അല്ലെങ്കിൽ ജെയ്ക്ക് അവിടെ പ്രതിഷേധിക്കാമെന്നാണോ എന്നൊന്നും അറിഞ്ഞില്ല. MA ബേബിയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വന്നപ്പോൾ 2 നിലവിളി കൂടെ വിളിച്ചു. എന്നാൽ പിന്നെ പോന്നേരെ എന്നുള്ള മട്ടിൽ ജെയ്ക്കിനെയും കൂടെ കൂട്ടി. സത്യത്തിൽ ജെയ്ക്കിനെ കണ്ടാൽ ആൾ തിരിച്ചറിയില്ല. കാരണം ഇവിടെ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് എപ്പോഴും കാണുന്ന ജെയ്ക്ക് അങ്ങ് ഡൽഹിയിലെത്തിയപ്പോൾ പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ പറ്റ വെട്ടി ആളെ അറിയാത്ത രീതിയിലാണ് നടക്കുന്നത്. എന്തായാലും MA ബേബിയെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ജെയ്ക്കിനെയും അറസ്റ്റ് ചെയ്യാതെ പോയ പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ് ഇന്നലത്തെ ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും അങ്ങ് ഡൽഹി മുതൽ ഇങ്ങ് കേരളം വരെയുള്ള വിവിധ ഇടങ്ങളിലാണ് പ്രതിഷേധം നടന്നത്. പ്രതിഷേധം ശക്തമാകുമ്പോൾ കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇതിൽ കഴിയുന്നില്ല. ഇനിയും ED വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ മുഖ്യമന്ത്രി VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമന്റും പറയാത്തത് മുൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുന്ന ഈ ശൈലി അത്ര നല്ലതല്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്.